ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോസ് ആൻഡ് ഫയൽ പ്രോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു BR കളിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ടീമുള്ള സിയാൻ എന്നോട് പറഞ്ഞു ഈ കുട്ടി ഞാൻ സ്റ്റാർട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സ്റ്റാർട്ട് അടിച്ച് അപ്പോൾ ഇവൻറ്റിൽ പോയപ്പോൾ കുറച്ച് പോയിൻ്റ് കിട്ടാണ്ടായിരുന്നു. അതും കിട്ടി. ഞാൻ നേരെ കിട്ടിയ ബർമുഡ എന്ന് പറഞ്ഞ മാപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളിത് കളി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 99 ലോഡിങ് ആയി എന്ന് വിചാരിച്ചു. ലോഡിങ് ആയതും ഒപ്പായിരുന്നു. ലാസ്റ്റ് ഞാൻ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചങ്ങായിയൊക്കെ അവിടെ ഉണ്ടാവും. അവൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ അവൻ ഫ്ലാഗ് കിട്ടുന്നിട്ടോ. എനിക്ക് എൻ്റെ ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതൊറ്റൊരു കാരണം കൊണ്ടാണ് അവൻ കിട്ടാൻ തന്നെ. അല്ലെങ്കിൽ ഓട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും എന്താ കിട്ടിയത് അല്ലെന്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അതാ നമ്മൾ നല്ല ഈ BR സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിയാൻ ഉണ്ട് ഇവിടെ. സിയാൻ ഞാന്ന് പറഞ്ഞ സിയാനോടായിരുന്നു. എന്നോട് ചോദിച്ചു ഞാൻ പീക്കിൽ ഇറങ്ങട്ടെ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാണ്. എനിക്ക് പീക്കിൽ ഇറങ്ങണ്ടെന്ന് ചോദിച്ചു. ഇവിടെ ചെറിയ പേരുള്ള വീട്ടിലിറങ്ങിക്കോ എന്ന് പറഞ്ഞവന്. നമുക്ക് ചാവേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. എന്നാൽ പിന്നെ ലൂട്ടുകളൊക്കെ നമുക്ക് പെറുക്കാമല്ലോ. ക്ലോക്ക് ടവറിൽ ഇറങ്ങുമ്പോൾ ഓനക്കെല്ലാം ഭയങ്കര പേടി. എനിക്ക് അവൻ്റെ ഇഷ്ടമില്ലെന്ന് വിചാരിച്ച് ഞാനും അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ മോനെ കട്ടൂലി ശിവ അങ്ങനത്തെ പറഞ്ഞ പേരാണ്. എനിക്കൊന്നും ശരിക്കൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാനല്ലേ ഫ്ലാഗ് ഇട്ട് ഇന്നെ പറഞ്ഞാൽ മതി. മുമ്പിലും ചാടി കണ്ടു. ഓനക്ക് ഞാൻ കയറുന്ന പേരെ തന്നെ കയറണം. ഞാൻ നേരെ കൊടുന്ന് കണ്ട് ഞാൻ വിചാരിച്ച് ഇനി സൈഡിൽ തന്നെ പോകുമെന്ന് വിചാരിച്ച്. അപ്പം ഉണ്ട് ഗൈസ് ഇവിടെ ബാഗും. ഗൈസ് അപ്പം നമുക്ക് MT കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു ബോംബും കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 ഗണ്ണുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 2 ഗണ്ണുകളും നമുക്ക് ആവശ്യമുള്ള ഗണ്ണാണ്. അതുകൊണ്ട് തന്നെ എന്താ നമ്മൾ സിയാൻ താരോ വെക്കുന്നുണ്ട്. ഞാൻ ആ കില്ലെടുക്കാൻ പോയത് ഓനപ്പോൾ ഇതിനെ കില്ല് ഫിനിഷാക്കി. അവൻ്റെ അല്ലേ എന്നോട് ഓളെല്ലാ ലൂട്ടും പെറുക്കേണ്ടിയിരുന്നു. ഞാൻ പിന്നെ ഇതൊന്നും നിർത്തിയില്ല. ഇത് തന്നെ മതി, നമുക്കിതൊക്കെ കിട്ടിയാൽ തന്നെ മതി ഗൈസ്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മാപ്പിലൊക്കെ അങ്ങനെയൊന്നും കണ്ടില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഓൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു. പെട്ടെന്ന് ഓനെ മിസ്സാവേണ്ട ടൈമിലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഓടി എവിടെങ്ങാത്തണ്ടെന്ന് എനിക്ക് പോലും തിരിയില്ലാതെ ഇത് ഫില്ലാക്കാന്ന് ചോദിച്ചാൽ പിന്നെ ബാക്ക് മാരോ അടിച്ച് ഇവനെ കണ്ടു. ഞാൻ കത്തിയെടുത്തൊന്ന് കൊടുത്തിട്ട് 500 കുടുങ്ങിയത്. ലാസ്റ്റ് എനിക്ക് വെച്ചാൽ എൻ്റെ കത്തിയും കഴിഞ്ഞ് എൻ്റെ അടുത്താണെങ്കിൽ ഇതൊന്നും ലോങ്ങും അല്ല. ലാസ്റ്റ് ഓനാണെങ്കിൽ പെരഞ്ഞോട്ടെ. ഞാൻ വെച്ചിട്ടും ഇതൊക്കെ കൊടുങ്ങണമില്ല. എന്ത് ചെയ്യണം എന്നാകെപ്പാട് കലിപ്പിലായിരുന്നു. ആ കില്ലിങ്ങൊക്കെ എടുക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഓനത് ഇവിടെ ഉണ്ട് ഗൈസ്. എനിക്ക് ആ കില്ല് കിട്ടാമെന്ന് വിചാരിച്ച പിന്നെ എടുക്കണം എന്ന് വിചാരിച്ച അങ്ങനെയാണ് മോനെ കില്ലും കിട്ടി. പിന്നെ എന്നെ ആരോ അടിക്കുന്നെങ്കിൽ പേടി. ഞാനതുകൊണ്ടാണ് ഇവിടുന്ന് വണ്ടിയത്. ഫുള്ള് പ്രോ പ്ലേയേഴ്സാണെന്നൊക്കെ വിചാരിച്ചപ്പോൾ ബാഗ് അത് ഭയങ്കര അടി. അപ്പോൾ ഓരോന്ന് നോക്കിയപ്പോൾ ഒരുത്തന് അവിടെ നിന്നാണ് ഞാൻ അടിച്ച്. ഇവനൊക്കെ എന്ത് ഇവനത് അങ്ങോട്ടും കൂടുമ്പോൾ എൻ്റെ കില്ല് വരെ കുമ്മാണ്. ഇത് ഓടണം. ഞാൻ എത്ര കൊണ്ട് പൈത്തലോടി തോനെ കിട്ടണ്ടേ. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എൻ്റെ പൈത്തലോടിയിരുന്നോന്ന് ഞാൻ പിടിച്ചു. അവിടെ എത്തുമ്പോൾ അങ്ങനെ ആ കില്ല് പോകാനേ മതിയെന്ന് വിചാരിച്ചൊക്കെ ഞാൻ അങ്ങനെ പോയി ഓനെ കിട്ടി. മോനെ ഓനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. പൂത്തിന് ചത്തു. ഓനെ കൊന്നോ എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചാൽ പിന്നെ ബാക്കിൽ മുമ്പൊക്കെ ആയിട്ട് അടിക്കുന്നു. ലാസ്റ്റ് ഞാൻ എവിടെ നിന്നാ പോലും. അപ്പോൾ എനിക്കെന്നെ തിരിഞ്ഞില്ല. ഞാൻ വിട്ടുകൊടുക്കൂനെ. ലാസ്റ്റ് ഞാൻ എൻ്റെ ഈ ഗണ്ണെടുത്ത് കണ്ട് ഓൻ്റെ പൈത്താരെ പോയി ഞാൻ കൊടുത്ത് കുത്തി പിടിച്ചാണ്
എന്താ വെച്ചാൽ ബോട്ടുകളെ തോന്നുന്നുണ്ട്. അത് ഈ ബോട്ട് കുട്ടികളെ നമ്മളെ കൊടുക്കാനായിട്ട് ഒറ്റൊരു പ്രിയറിക്കും പ്ലീസ് നോക്കുള്ളൂ. അതാരാന്ന് പോലും എനിക്കറിയാം. ഇത് നല്ല വാളും കിട്ടി. അപ്പം എൻ്റെ ടീം എന്നോട് ചോദിക്കുകയാണ് ഓടടാ അൻഫാരി. ഞാൻ പറഞ്ഞ ചെയ്യാനേ ഞാനൊക്കെ എത്രയോ അകന്ന് നിൽക്കുന്നു. അതിന് മുമ്പിൽ എനിമിണ്ടാ എന്നെ രക്ഷിക്കും. ഞാൻ പറഞ്ഞാൽ എങ്ങനെ പൊട്ടാൻ എൻ്റെ അടുത്തേക്ക് വരാറ്. ലാസ്റ്റ് ഇത് ഇന്ന് ബാക്ക് നല്ല അടിച്ചു. ഞാൻ ഗ്ലോകളൊക്കെ ഇട്ടു. ബാക്കിലാരുമില്ല മെഡിക്കറ്റ് അടിക്കാൻ അടിച്ചു. അപ്പോൾ സിനിമേൻ്റെ മുമ്പ് ഇങ്ങനെ ചാടിയാണ്. ഞാൻ ഉണ്ടാക്കും ഇങ്ങനെ 3 കില്ലായി. 3 കില്ലായപ്പോഴാണ് എന്നെ ബാക്കിൽ നിന്ന് ആരും അടിക്കണില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെയ്യാതിൻ്റെ അടുത്തേക്ക് എത്തി. പറഞ്ഞു ആദ്യത്തെ എല്ലാ ലൂട്ടും എടുത്തു. ആദ്യത്തെ ഒരു വാളുണ്ട്, അതെനിക്ക് വെച്ചാണ്. എൻ്റെ അടുത്തൊന്നും ഓൾറെഡി ഉണ്ട്. അപ്പോൾ പറഞ്ഞ അടുത്തിട്ടുണ്ടാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനൊന്ന് അങ്ങനെ ഞങ്ങളിങ്ങനെ ചെയ്യായിരുന്നു. ഇതിലൊക്കെ വാളുകളായിട്ട് അധികമുള്ളത്. ഒരാവശ്യമുള്ള ടൈം കിട്ടും, ഒരാവശ്യമില്ലാത്ത ടൈമിൽ കിട്ടും. ഇത് ഞാൻ ഒന്ന് മുറിക്കും. 1 2 3 വെട്ട് മതി ഗൈസ്. നമുക്കിതൊക്കെ മുറിക്കാൻ എനിമീസിനൊന്നും കാണാൻ ഈ ചില നേരത്തെ ഒരു പ്രോപ്ലേഴ്സിനൊക്കെ അതൊക്കെ അവിടെ നിന്നൊക്കെ അടികളാണ് ഗൈസ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മേടിയൊക്കെ അടിക്കാം. അവനത് അവിടെയുണ്ട് ഗൈസ്. അവൻ്റെ അടുത്തുള്ള ക്യാരക്ടർ ഗൈസിൻ്റെ ക്യാരക്ടർ ഉണ്ടായ ഒറ്റൊരു കാരണം കൊണ്ടാണ് അവനെ കാണാൻ. അതല്ലെങ്കിൽ അവനെ കാണെങ്കിലും ചെയ്യായിരുന്നു. ഞാൻ ബോംബ് കയറിയാൻ നോക്കി, പക്ഷെ അവനെ കിട്ടിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ലാസ്റ്റ് കുറേ തപ്പിയപ്പോഴാണ് എനിക്ക് ഇവരെ കണ്ട്. ഞാൻ ഇവിടെ വാള് കൊണ്ട് ഗോയ്സിൻ്റെ ആരോ വെച്ച് ഇട്ടിച്ചിട്ടിട്ടുണ്ട് ഗായ്സ്. പിന്നെ ടീം ഇപ്പോൾ ചെയ്യാണ്ടിരുന്നു. അവനെ ബാക്ക് ഈ പുല്ല് ക്യാരക്ടർ